സച്ചിൻ ടെണ്ടുൽക്കറേക്കാൾ ഓവർസീസ് കണ്ടീഷനുകളിൽ സ്ട്രോങ് ആയിരുന്നത് വിരാട് കോഹ്ലിയാണ് എന്നൊരു വാദം എബി ഡിവില്ലിയേഴ്സ് മുന്നോട്ട് വെച്ചത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പലരും അത് എനിക്ക് അയച്ചു തരുകയും ചെയ്തു. രസം എന്താണെന്ന് വെച്ചാൽ അയച്ചവരെല്ലാം തന്നെ എന്നോട് ചോദിച്ചത്, ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, മണ്ടത്തരമാണെന്ന് അറിയാം, എന്നാലും ഒന്ന് പ്രതികരിച്ചുകൂടെ, ഇങ്ങനെയൊക്കെയായിരുന്നു. കൂട്ടുകാരനെ സന്തോഷിപ്പിക്കാൻ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്തിനാണ് കയറി ഇടപെടുന്നതെന്നാണ് ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചത്. മറ്റു ചിലർ അയച്ച മെസ്സേജുകൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഓവർസീസ് കണ്ടീഷനുകളിൽ ഏറ്റവും നന്നായി കളിക്കാൻ തുടങ്ങിയ സബ് കോണ്ടിനൽ ബാറ്റർ സച്ചിൻ ആണെന്നാണല്ലോ എബി ഡിവില്ലിയേഴ്സ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഒന്ന് നന്നായി എടുത്ത് നോക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരു സബ് കോണ്ടിനൽ ബാറ്റർക്ക് പേസ് ബൗൺസ് കണ്ടീഷനുകളിൽ നന്നായി കളിക്കാൻ സാധിക്കുമെന്ന് പ്രൂവ് ചെയ്തത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്നും അതിനുശേഷം വിരാട് കോഹ്ലി അതിനേക്കാൾ സ്ട്രോങ് ആയി അത് ചെയ്തു എന്നുമാണ്. ഡിവില്ലിയേഴ്സ് എങ്ങനെയാണ് ഇത്തരം വലിയ ഭോഷുകൾ വിളിച്ച് പറയുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഇദ്ദേഹം സുനിൽ ഗവാസ്കർ എന്ന് കേട്ടിട്ടുണ്ടോ? പേസും ബൗൺസും നിറഞ്ഞ കണ്ടീഷനുകളിൽ അപകടകാരികളായ പേസ് ബോളർമാരുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അവരെയൊക്കെ പുല്ലുപോലെ നേരിട്ടിരുന്ന സുനിൽ ഗവാസ്കർ ഉള്ളപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇതെല്ലാം തുടങ്ങിയതെന്നൊക്കെ എന്ത് ആത്മവിശ്വാസത്തിലാണ് ഇദ്ദേഹം ഇരുന്ന് വിളിച്ച് പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി സച്ചിൻ കോഹ്ലി കമ്പാരിസണിലേക്ക് വന്നാൽ ഒരൊറ്റ സെന്റൻസ് പറഞ്ഞുകൊണ്ട് അതവിടെ അവസാനിപ്പിക്കാം. സച്ചിന്റെ എവേ സ്റ്റാറ്റ്സ് മാത്രം എടുത്താൽ അത് കോഹ്ലിയുടെ ഫുൾ കരിയർ സ്റ്റാറ്റ്സിനോട് ഏകദേശം സിമിലർ ആണ്. എവിഡിയുടെ ഈ പ്രസ്താവന കേട്ട് ഏറ്റവും അധികം ചിരിച്ചതും വിരാട് കോഹ്ലി തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തിന് സച്ചിൻ ആരാണെന്ന് അറിയാം. ഡിവില്ലിയേഴ്സിൽ നിന്നും ഇത്തരം വിടുവായുത്തങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്, ഈ കഴിഞ്ഞ ഇടയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഋഷഭ് പന്ത് അഫ്ഗാൻ ടെസ്റ്റിൽ 81 അടിച്ച് 3 ആഴ്ച തികയുന്നതിന് മുൻപാണ് ഡിവില്ലിയേഴ്സ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പറയുന്നത് പന്തിനെ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തിയെന്നും IPL ഋഷഭ് പന്ത് ഫോമിലല്ലായിരുന്നു എന്നൊക്കെ. അതായത് IPL കഴിഞ്ഞ് ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരം കളിച്ചത് പോലും അറിയാതെ ഈ കളിക്കാരുടെയൊക്കെ പ്രകടനത്തെക്കുറിച്ച് യാതൊരു അവബോധവും ഇല്ലാതെയാണ് ഇദ്ദേഹം ഈ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് ഈ തള്ളൊക്കെ തള്ളുന്നത്. അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് ഒരുപാട് ഇങ്ങനെ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. എബിഡി ഒരു അസൽ കോമഡി പീസ് ആവുന്ന ലക്ഷണമെല്ലാം കാണുന്നുണ്ട്. സുഹൃത്തുക്കൾ ഇടപെട്ട് തടയുമെന്ന് വിചാരിക്കുന്നു.